അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ ദ്വിതീയ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സാ മത്സ്യോ നാമ രാജാസൗ ധാർമ്മിക സത്യസങ്കര വസുപുത്രോ മഹാതേജ പിത്രാ തുല്യപരാക്രമ കാളിക വസുനാദത്ത തരസാ ജലജീവിനേ നാംനാ കാളീതി വിഖ്യാത തഥാ മത്സ്യോദരീതി ച മത്സ്യഗന്ധേതി നാംനാ വൈ ഗുണേന സമജായത വിവർദ്ധമാനാദാശസ്യ ഗൃഹേ സാ വാസവീ ശുഭാ. ഋഷയ ഊചു അദ്രികാ മുനിനാ ശപ്ത മത്സ്വീജാത വരാപ്സരാ വിദാരിത ച ദാശേന മൃതാ ച ഭക്ഷിതാ പുനഃ. കിം ബഭൂവ പുനസ്തസ്യ അപ്സരായാ വദസ്വതൽ ശാപസ്യാന്തം കഥം സൂത കഥം സ്വർഗമവാപസ. സൂത ഉവാച ശബ്ദാ യദാ സ മുനിനാ വിസ്മിതാ സംബഭൂവഃ സ്തുതിം ചകാര വിപ്രസ്യ ദീനേവ രുദതി തദാ. ദയാവാൻ ബ്രാഹ്മണ പ്രാഹ താം തദാ രുദതീം സ്ത്രിയം മാ ശോകം കുരു കല്യാണി ശാപാന്തം തേ വദാമ്യഹം.
മൽക്രോധശാപയോഗേന മത്സ്യയോനിം ഗതാശുഭേ മാനുഷൗ ജനയിത്വാ ത്വം ശാപമോക്ഷമവാപ്സ്യസി ഇത്യുക്താ തേന സാ പ്രാപ മത്സ്യദേഹം നദീജലേ ബാലകൗ ജനയിത്വാ സാ മൃതാ മുക്താ ച ശാപതാ സന്ധ്യജ്യ രൂപം മത്സ്യസ്യ ദിവ്യരൂപമവാപ്യ ച ജഗാമാമരമാർഗം ച ശാപാന്തേ വരവർണിനി ഏവം ജാതാ വരാ പുത്രീ മത്സ്യഗന്ധാ വരാനന പുത്രീ ച പാല്യമാനാ സാ ദാശഗേഹേ വ്യവർദ്ധത മത്സ്യഗന്ധാ തദാ ജാതാ കിശോരീ ചാതി സുപ്രഭാ തസ്യ കാര്യാണി കുർവാണ വാസവീ ചാതി സുപ്രഭാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ പ്രഥമോധ്യായ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ 37 മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആ കുഞ്ഞാണു പരാക്രമി ധാർമ്മികനാം മത്സ്യരാജൻ അച്ഛനെ പോൽ തേജസ്വിയായി വളർന്നു വന്നു. വസു അപ്പോൾ നൽകിയ താം പെൺകുഞ്ഞത്രേ കാളിയെന്നും മത്സ്യോദരിയെന്നും മേറെ വിഖ്യാതയായി. മത്സ്യഗന്ധമുള്ളതിനാൽ മത്സ്യഗന്ധിയെന്നും നാമം മുക്കുവന്റെ വീട്ടിൽ വസുപുത്രി വളർന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഋഷികൾ പറഞ്ഞു, ബ്രാഹ്മണന്റെ ശാപത്തിനാൽ മത്സ്യമായ അദ്രികയെ മുക്കുവൻ ഭക്ഷണമായി മാറ്റിയതിൻ ശേഷം അപ്സരസിനെന്തു പറ്റി, ശാപാന്ത്യം എങ്ങിനെയാണു, അവൾ ഏതു വിധത്തിലായി സ്വർഗത്തെ പൂകി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, മത്സ്യമായി തീരാനുള്ള ശാപം കേട്ടു അപ്സരസോ ബ്രാഹ്മണനെ നോക്കി കേണു സ്തുതിച്ചുവല്ലോ. ദയാലുവാം ബ്രാഹ്മണനോ അദ്രികയോടേവം ചൊല്ലി, കരയേണ്ട ശാപമോക്ഷം പറഞ്ഞിടാം ഞാൻ. ശാപത്താലെ മത്സ്യയോനിയിങ്കൽ നീയും പിറന്നിടും, നിനക്കു മക്കളുണ്ടായാൽ
ശാപമോക്ഷവും. വിപ്രോക്തി കേട്ടതാം അവൾ മത്സ്യമായി പിറന്നല്ലോ, കുഞ്ഞുങ്ങളെ പെറ്റു ശാപമോക്ഷവും നേടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുന്ദരിയാം അദ്രീകയോ മത്സ്യരൂപമുപേക്ഷിച്ചു സ്വർഗലോകം പൂകി ശാപവസാനത്തിങ്കൽ. ഈ വിധത്തിൽ ശ്രേഷ്ഠമായ ഗൃഹത്തിൽ ജനിച്ചവളാം മത്സ്യഗന്ധിദാശഗൃഹം തന്നിൽ വളർന്നു. മത്സ്യഗന്ധിക്കു കൗമാരം വന്നു ചേർന്നു വസുപുത്രി, ദാശനെ പരിചരിച്ചു ജീവിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി മഹാമായേ, അമ്മേ ലക്ഷ്മി മഹാമായേ, അമ്മേ ഭദ്രേ മഹാമായേ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജന്മവും. അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 110 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 2 സ്കന്ധത്തിൽ 1 അധ്യായത്തിൽ 37 മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പാരായണവും ഭാഷാഗാന ആലാപനവുമാണ് നമ്മൾ നടത്തിയത്. ഇനി അതിൻ്റെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ 36 ശ്ലോകത്തിൽ നമ്മൾ ഇന്നലെ കേട്ടത് മത്സ്യത്തിൻ്റെ മക്കളായ 2 കുട്ടികളെയും മുക്കുവൻ രാജാവിന് സമർപ്പിച്ചുവെന്നും രാജാവ് അതിൽ ആ സുന്ദരനായ അഴകുള്ള ആ ആൺകുട്ടിയെ മാത്രം സ്വീകരിച്ചു എന്നുള്ളതുമാണ് കേട്ടത്. 37 ശ്ലോകത്തിൽ പറയുന്നു, സ മത്സ്യോ നാമ രാജാസൗ ധാർമ്മിക സത്യസങ്കര. ആ ആൺകുട്ടി മഹാപരാക്രമിയായി, ധർമ്മിഷ്ഠനായി, സത്യസന്ധനായി, വസു പുത്രനായി അദ്ദേഹം മത്സ്യരാജാവ് എന്ന് അറിയപ്പെട്ടു. തേജസ്വിയാണ്. പിത്രാതുല്യ പരാക്രമ, അച്ഛന് തുല്യമായ പരാക്രമം ഉള്ളവനായിട്ട് തീർന്നു ഈ മത്സ്യരാജാവ്. കാളിക വസുനാദത്ത തരസാ ജലജീവിനെ നാംന കാളീതി വിഖ്യാത തഥാ മത്സ്യോദരീരിച്ച. വസു മുക്കുവന് തിരിച്ചു കൊടുത്തില്ലേ, ആ കുഞ്ഞാണ് കാളി എന്നും അതേപോലെ തന്നെ മത്സ്യോദരി, മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നുണ്ടായവൾ
അതുകൊണ്ട് മത്സ്യോദരി എന്നും വിഖ്യാതയായി തീർന്നു എന്ന് പറഞ്ഞു. മത്സ്യഗന്ധേതി നാംനാവൈ ഗുണേന സമജായത വിവർദ്ധമാനാദാശസ്യ ഗൃഹേ സാ വാസവി ശുഭ. ഈ മത്സ്യോദരിക്ക്, ഈ കാളിക്ക് മത്സ്യഗന്ധമുണ്ടായിരുന്നത് കൊണ്ട് ആ ഗുണം കൊണ്ട് തന്നെ മത്സ്യഗന്ധി എന്നൊരു പേരുകൂടി ഉണ്ടായി. അവൾ മുക്കുവന്റെ ഗൃഹത്തിൽ, ആ ദാശഗൃഹത്തിൽ വസുപുത്രിയായി വളർന്നു വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഋഷികൾക്ക് ഒരു സംശയം ഉണ്ടായത്. ആ സംശയം അവര് ആ സൂതനോട് ചോദിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ഇവിടെ ഋഷികൾ ചോദിക്കുകയാണ്, അദ്രികാ മുനിനാശബ്ദ മത്സ്വീജാത വരാപ്സരാ വിദാരിതാച ദാശേന മൃതാച ഭക്ഷിത പുന. തങ്ങളുടെ മുമ്പിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂതനോട് ശൗനകാദി ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്, ബ്രാഹ്മണ ശാപം കൊണ്ട് മുനിനാശബ്ദ അദ്രിക, മത്സ്വീജാത അദ്രിക, മത്സ്യമായി തീർന്ന അദ്രിക എന്ന ആ അപ്സരസ്ത്രീ, സുന്ദരിയായ അപ്സരസ്ത്രീ, വിദാരിതാച ദാശേന മൃതാച ഭക്ഷിത പുന, മുക്കുവൻ ആ മത്സ്യത്തെ കീറി കൊന്ന് തിന്നില്ലേ, കിം ബഭൂവ പുനസ്തസ്യ, പിന്നെ എന്താണ് സംഭവിച്ചത്, അപ്സരായ വധസ്വന, ആ അപ്സരസിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ശാപസ്യാന്തം കഥം സൂത കഥം സ്വർഗമവാപസ, ഈ ശാപത്തിന്റെ അവസാനത്തിൽ എന്തുണ്ടായി, ഈ അപ്സരസ് എങ്ങനെയാണ് സ്വർഗലോകം പോകിയത്, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് 42 മുതൽ 48 കൂടിയുള്ള ശ്ലോകങ്ങളിലൂടെ 7 ശ്ലോകങ്ങളിലൂടെ അതിന് മറുപടി പറയുകയാണ് സൂതൻ. സൂതൻ പറഞ്ഞു, ശബ്ദാ യദാസ മുനിനാ വിസ്മിതാ സംബഭൂവ സ്തുതിം ചകാര വിപ്രസ്യ ദീനേവ രുദതി തദ. തന്നെ ശപിച്ചപ്പോ ആ മത്സ്യമായിട്ട് തീരട്ടെ എന്ന് ശപിച്ചില്ലേ, ശബ്ദാ യദാസ മുനിനാ വിസ്മിതാ സംബഭൂവ, അവൾ ആ വളരെ അത്ഭുതപ്പെട്ടു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ദീനേവ രുദതി, ദയനീയമായി കരഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ ബ്രാഹ്മണനെ, ആ മുനിയെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ദയാവാൻ ബ്രാഹ്മണ പ്രാഹ താം തഥാ രുദതീം സ്ത്രീയം. ദയാലുവായിരിക്കുന്ന ആ ബ്രാഹ്മണൻ, ആ മുനി, തൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് പറഞ്ഞു, മാ ശോകം കുരു കല്യാണി, ഹേ മംഗളരൂപിണി, നീയ ദുഃഖിക്കരുത്, ഹേ ഭദ്രേ എന്നൊക്കെയാണ്. നീ ശാപാന്തം തേ വദാമ്യഹം, നിന്റെ ശാപത്തിന്റെ അവസാനം ഞാനിപ്പോ പറയാം, നിനക്ക് എങ്ങനെയാണ് ശാപമോക്ഷം കിട്ടുക എന്നുള്ളത് ഞാനിപ്പോ പറയാം. മൽക്രോധ ശാപയോഗേന മത്സ്യയോനിം ഗതാശുഭേ, ഞാൻ കോപിച്ചതുകൊണ്ട്, ആ കോപയോഗം കൊണ്ട്, അല്ലെങ്കിൽ കോപം കാരണം ഞാൻ ശപിച്ചു, അതുകൊണ്ട് നിനക്ക് മത്സ്യയോനിയിൽ ജനിക്കേണ്ടി വരും. അത് ശരിയാണ്, അത് നടക്കുക തന്നെ ചെയ്യും. പക്ഷേ 2 മനുഷ്യ ശിശുക്കളെ, മാനുഷവും ജനയിത്വാത്വം, 2 മനുഷ്യ കുട്ടികൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം അവാപ്സ്യസി, നിനക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്യും. നീ മത്സ്യമായിട്ട് പിറക്കും, പക്ഷേ നിനക്ക് 2 മനുഷ്യ കുട്ടികൾ പിറക്കുമ്പോൾ നിന്റെ മത്സ്യരൂപം ഉപേക്ഷിച്ച് നിനക്ക് ശാപമോക്ഷം നേടാനായിട്ട് സാധിക്കും. ഇത്യുക്ത്വാ തേന സാ പ്രാപ മത്സ്യദേഹം നദീജലേ ബാലകൗ ജനയിത്വാ സാ മൃതാ മുക്താ ച ശാപത. ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവള് നദീജലത്തിൽ ഒരു മത്സ്യമായിട്ട് പിറന്നു, 2 മനുഷ്യ കുട്ടികൾക്ക് ജന്മം കൊടുത്തു, അല്ലേ? അവസാനം ആ സുന്ദരിയായ അപ്സരസ് നദീജലത്തിൽ മത്സ്യമായി പിറക്കുകയും 2 മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ശാപവിമുക്തയായി തീരുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം സന്ധ്യജ്യരൂപം മത്സ്യസ്യ ദിവ്യരൂപം അവാപ്യ ച ജഗാമ ആമരമാർഗം ച ശാപാന്തേ വരവർണിനി. സുന്ദരിയായ വരവർണിനിയായ ആ അപ്സരസ് മത്സ്യരൂപം ഉപേക്ഷിച്ചിട്ട് അതിദിവ്യമായ രൂപത്തെ നേടിയിട്ട് ജഗാമ അമരമാർഗം, അമരന്മാരുടെ, ആ ദേവന്മാരുടെ മാർഗത്തിലേക്ക്
എത്തിച്ചേർന്നു അപ്സര സ്ത്രീ. അപ്പോൾ അപ്സരസിന് അദ്രികയ്ക്ക് വീണ്ടും ദേവലോകത്തിലേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഏവം ജാതാ വരാപുത്രി മത്സ്യഗന്ധാ വരാനന. ഇങ്ങനെ ശ്രേഷ്ഠമായ ഒരു വംശത്തിൽ ജനിച്ചു മത്സ്യഗന്ധി എന്നു പേരുള്ള ആ സുന്ദരി. മത്സ്യഗന്ധാ വരാനന പുത്രീച പാല്യമാനാസ ദാശഗേഹേ വ്യവർത്ഥത. അവിടെ ആ ദാശൻ, ആ മുക്കുവൻ മകളായി സംരക്ഷിച്ച അവൾ ദാശഗൃഹത്തിൽ വളർന്നു. ഉപരിചര വസുവിൻ്റെ രേതസ്സിൽ നിന്നും അദ്രികയ്ക്കുണ്ടായ ആ കുട്ടികളാണ്. അതിൽ മത്സ്യഗന്ധിയായിരിക്കുന്ന അവള് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കുലത്തിൽ പിറന്നുവെങ്കിലും ഇപ്പോൾ മുക്കുവൻ്റെ മകളായി അല്ലെങ്കിൽ മുക്കുവൻ സംരക്ഷിക്കുന്നവളായി ദാശഗൃഹത്തിൽ, ആ മുക്കുവ ഗൃഹത്തിൽ അവൾ വളർന്നു വന്നു. മത്സ്യഗന്ധ തദാ ജാത കിശോരീ ചാതി സുപ്രഭ. മത്സ്യഗന്ധിക്ക് അതിമനോഹരമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കൗമാരം വന്നു ചേർന്നു. തസ്യ കാര്യാണി കുർവാണ വാസവി ചാതി സുപ്രഭ. ആ വസുപുത്രി, അതുകൊണ്ടാണ് വാസവി എന്ന് പറഞ്ഞത്, ദാശനെ പരിചരിച്ചും കൊണ്ട് ദാശഗ്രഹത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ മത്സ്യഗന്ധി, ഇതാണ് സത്യവതി എന്ന പേരിൽ നമ്മളിനി കേൾക്കാൻ പോണത്. അപ്പോൾ മത്സ്യഗന്ധിയുടെ കഥ പറഞ്ഞുകൊണ്ട് ദേവീഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായം നമ്മളിപ്പോൾ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ രണ്ടാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. അവിടെ വേദങ്ങളെ പകുത്ത, ലോകത്തിന് ഭഗവാന്റെ തന്നെ കലാവതാരമായിരിക്കുന്ന ദ്വൈപായനൻ്റെ, കൃഷ്ണദ്വൈപായനൻ്റെ അല്ലെങ്കിൽ വേദവ്യാസൻ്റെ ജനനത്തെക്കുറിച്ചുള്ള രംഗങ്ങളൊക്കെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതെല്ലാം നാളെ അനുസ്മരിക്കാൻ ഭഗവതി അനുവാദവും അനുഗ്രഹവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവരിലും ആ ജഗദംബികയിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.